എങ്ങനെയാണ് സാധു ജീവികളെ വളർത്തി ക്രൂരമായിട്ട് കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ സ്നേഹത്തിനെക്കുറിച്ചും ത്യാഗത്തിനെക്കുറിച്ചും സംസാരിക്കുന്നു. ഏറ്റവും വിലപ്പെട്ടത് ത്യജിക്കുമ്പോഴാണ് ത്യാഗം. അതെ, സംസാരിക്കാൻ പറ്റാത്ത ഈ സാധു ജീവികളെ ക്രൂരമായി കഴുത്തറുത്ത് കൊന്നല്ല. ചിന്തിക്കൂ, മിണ്ടാപ്രാണികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സാധു മൃഗങ്ങളെ ഇങ്ങനെ കൊന്നു തിന്നാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കത് ആഘോഷിക്കാൻ പറ്റുന്നത്? എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു? നിങ്ങളെ മനസ്സെങ്ങനെ അനുവദിക്കുന്നു? പിന്നെ അതുപോലെ പല പല ചോദ്യങ്ങളും ഇവരുടെ ഇങ്ങനെ ഉണ്ട് വരുന്നത് കേൾക്കുമ്പോൾ കാണുമ്പോഴേക്ക് നമുക്കിങ്ങനെ തോന്നിപ്പോവും, ശരിയാണല്ലോ, നമ്മളെന്ത് പാപമാണ് ചെയ്യുന്നതെന്ന്. ഇവരിത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ്. അതും എല്ലാ വർഷവും ഹജ്ജ് പെരുന്നാൾ വരുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ആ മൃഗങ്ങളെ സ്നേഹിക്കാനും അവരെ വേദനകൾ മനസ്സിലാക്കാനും ഇവർക്ക് കഴിയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഈ മൃഗസ്നേഹികളെ കുറിച്ച് നമുക്ക് പുറം നാട്ടിൽ പോയാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അവർക്കും നമുക്കും ഒക്കെ വ്യക്തമായിട്ട് പച്ചവെള്ളം പോലെ അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ബീഫ് അറുത്തിട്ട് ഏറ്റവും കൂടുതൽ ഇറച്ചിക്കയറ്റി പോകുന്നത് പുറം നാട്ടിൽ കാണുന്നുള്ളത്. അതായത് ഔട്ട് ഓഫ് ഇന്ത്യക്ക് പുറത്ത് പോകുന്നുണ്ട്. ആ ഇറച്ചികളെല്ലാം പകുതി മുക്കാലും അൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അൽ എന്ന് പറഞ്ഞ പരിശുദ്ധമായ എന്ന് പറഞ്ഞിട്ട് അറബി പേരിൽ അതിൻ്റെ കമ്പനികൾ ഒരുപാടുണ്ട്. അങ്ങനെ പേര് പറഞ്ഞിട്ട് ഇറച്ചികൾ കയറ്റി അയക്കുന്നത് ഈ മൃഗസ്നേഹികളാണ്. ഇവർക്ക് ആ സമയത്ത് ഒരു സ്നേഹം മൃഗത്തിനോടുണ്ടാവില്ല. പകരം അവർക്ക് ബിസിനസ്സാണത്. അപ്പം ഒരു കുഴപ്പമില്ല. നമ്മൾ ഹലാലായിട്ട് അത്രയും നല്ല രീതിയിൽ പവിത്രമായ രീതിയിൽ നമ്മളത് എന്തെങ്കിലും ആ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മളതായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അവരുടെ എന്താ പറയുക മതപരമായിട്ടുള്ള ചടങ്ങ് അതിലൂടെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് അസ്വസ്ഥത മൂക്കും. പ്ലസ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റോട് കഴിക്കുന്നതും അത് കൊതിയോടെ നോക്കുന്നതും വെള്ളറിക്കിയിട്ടിരിക്കുന്നതും ഇവരാണ്. കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അനുഭവിച്ചിട്ട് കിട്ടാത്ത കനിയാണ് കിട്ടുന്നത്. ഒന്നാമത്തത്, ഇതൊന്നും പൈസ കൊടുത്ത് മേടിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല, കാരണം നല്ല വിലയുള്ള സാധനമാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് നല്ല മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വില അവർക്ക് അറിയുകയും ചെയ്യാം, അത്രയും ടേസ്റ്റുള്ള സാധനമാണെന്ന്. അപ്പോൾ കഴിച്ച് ശീലമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഇത്രയും നല്ല മൃഗസ്നേഹികൾ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അത് അറിയാം, അവരിതിങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല. അപ്പോൾ ഇവർക്കിപ്പോൾ എന്താ പറയുക, ആ സ്നേഹം ഇങ്ങനെ കൂടി വന്നിരിക്കണം ഹജ്ജ് പെരുന്നാളായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടതാണ്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സുഹരി ഉസ്താദ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിങ്ങൾ കേട്ടോ. ഞാൻ പറയുന്നത് ഇങ്ങനെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മളെ ഉസ്താദ് പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിങ്ങൾ കേട്ടോ. കേരളത്തിൽ സമീപകാലത്തായിട്ട് ബലിപെരുന്നാൾ വരുമ്പം കൂണുപോലെയാണ് മൃഗസ്നേഹികൾ കുമിഞ്ഞുകൂടുന്നത്. ആ സമയത്ത് മൃഗങ്ങളോട് വല്ലാത്ത വാത്സല്യം കാരുണ്യൊക്കെയാണ് ചിലർക്ക് മാത്രം. അവരാകട്ടെ മൃഗത്തെ അറുത്ത് ഭക്ഷിക്കുന്നവരെ ക്രൂരന്മാരും നീചന്മാരും ആക്കുകയാണ്. അവർക്ക് ഹൃദയമില്ലാത്ത അത്രയും ക്രൂര മനസ്സുള്ളവരാണെന്നൊക്കെ അവർ പറയാറുള്ളത്. ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഈ മാംസം ഭക്ഷിക്കുന്ന ഞങ്ങൾ ക്രൂരന്മാരായിക്കോട്ടെ. ഞങ്ങളെ ക്രൂരന്മാരാക്കുന്നതിന് മുമ്പ് അടുത്ത ബലിപെരുന്നാളിന് വീഡിയോ ഇറക്കുമ്പം കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിമീങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്ന് താമസിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട്, നിങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ളവരോട് വിളിച്ചിട്ട് ചോദിക്കണം, ഉച്ചക്കത്തെ ചോറിന് എന്തായിരുന്നു കറിയെന്ന്. അപ്പൊ അവർ പറയും, പള്ളിയിൽ നിന്ന് പോത്തിറച്ചി കിട്ടിയെന്ന്. ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടം ആളുകളാണ് പോവുക. അപ്പം ഞങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് വന്ന കുറേ ആളുകളുണ്ടാവും. അവരെ ഈ ചെവിയുടെ ഭാഗത്ത് ചെത്തിപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഉസ്താദെ എത്ര മണിക്കാണ് മാംസ വിതരണം? കാരണം ഇവരെല്ലാം അതിൻ്റെ ഉപഭോക്താക്കളാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറച്ചി ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. പലയിടങ്ങളിൽ പല മഹല്ലുകളിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ പ്രത്യേകം ഇറച്ചിയുണ്ട്. അപ്പൊ ഇവിടൊക്കെ അങ്ങനെയൊക്കെയാണ് പലരും കഴിക്കുന്നത്. ഇത് ചോദിക്കണമെന്ന് പറയാനുള്ള കാരണം, ഞങ്ങളെ ക്രൂരന്മാരും നീചന്മാരും ഒക്കെ ആക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർ കൂടി ഈ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർ കൂടി മൃഗതുല്യരും നീചന്മാരുമായി പോകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകമായി അന്വേഷിച്ചിട്ട് വേണം പറയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാവും. ഇനി അത് മാത്രമല്ല, ഈ മാംസം ഭക്ഷിക്കുന്നവരെല്ലാം മൃഗീയതയുള്ള ക്രൂരന്മാരും മനസാക്ഷി ഇല്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ഇങ്ങനെ ആക്കും? നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടില്ലേ? അതിലെ ശാന്തി പർവ്വത്തിൽ ദേവന്മാരും ഋഷിവര്യന്മാരും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമുണ്ട്. ആ സംവാദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്. ദേവന്മാർ പറയാണ്, അജത്താൽ യജ്ഞം നടത്തണമെന്നാണ് വിധി. എന്താ പറഞ്ഞത്?
അജത്താൽ യജ്ഞം നടത്തണമെന്നാണ് വിധി. അജോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആ താലോലിച്ച ആടിനല്ലേ അജോ എന്ന് പറയുക? എന്താണ് യജ്ഞം, യാഗം? ഇത് നിങ്ങൾക്ക് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. ബലി നൽകുക എന്നുള്ളത് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാലങ്ങളോളം നിലനിന്ന സംസ്കാരമാണ്. ഇന്ത്യയിൽ ഇന്നും നിലനിൽപ്പുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഒരു ചിത്രം നോക്കി, തമിഴ്നാട്ടിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആടിനെ ബലി നൽകുന്ന ചിത്രമാണ്. പക്ഷേ ഇസ്ലാമിന്റെ ബലിയും ഇസ്ലാമേതര ബലിയും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ആ മൃഗത്തെ ദൈവപ്രീതിക്ക് വേണ്ടി ബലി നൽകുകയും അതിന്റെ മാംസം സാധുക്കളായ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ ഇസ്ലാമേതര ചില സമൂഹങ്ങൾ ആ മൃഗത്തിന്റെ കഴുത്തറുത്ത് അതിന്റെ രക്തം അവർ ആരാധിക്കുന്ന ആരാധനാ വസ്തുക്കളുടെ മേൽ ഒഴുക്കിക്കളയുന്ന ചിത്രങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം. പലയിടത്തും അങ്ങനെയാണ്. അവരൊക്കെ ആരാധിക്കുന്ന ആരാധനാ പുരുഷന്മാരുടെ പ്രതിബിംബങ്ങളെ ഉണ്ടാക്കി അതിലേക്ക് ഈ രക്തം ഒഴുക്കുന്ന സമ്പ്രദായം പലയിടത്തും നിലനിൽപ്പുണ്ട്. ഏതുമായിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും അവരുടെ താല്പര്യവും. എന്നാൽ ഇസ്ലാമിന്റെ ബലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്നത്തെ ദിവസം ആയിരക്കണക്കിന് മനുഷ്യർ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ ഈ മാംസം എത്തി എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ മാംസം കഴിക്കുന്നവരൊക്കെ മോശക്കാരാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയിലെ പഞ്ചമോധ്യായയിലെ 18ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മുള്ളമ്പന്നി, ശല്യമൃഗം, ഉടുമ്പ്, കാണ്ടാമൃഗം, ആമ, മുയല് എന്നിവ 5 നഖങ്ങളുള്ളവയെങ്കിലും ഭക്ഷ്യങ്ങൾ അത്രേ. ഇവയൊക്കെ ഭക്ഷിക്കാം. 5 നഖം ഉണ്ടെങ്കിൽ പോലും ഭക്ഷിക്കാം. ഒറ്റമരിപ്പല്ലുള്ളവയിൽ വെച്ച് ഒട്ടകത്തെ ഒഴിച്ച് മറ്റുള്ളവയെയും ഭക്ഷിക്കാവുന്നതാണ് എന്നും മനുസ്മൃതി പറയുന്നു. അപ്പൊ ഈ പറയപ്പെട്ട വസ്തുക്കളെയൊക്കെ, ഈ പറയപ്പെട്ട ജീവികളെയൊക്കെ, അവനൊക്കെ ജീവനുള്ളതല്ലേ? അപ്പൊ അവകളെയൊക്കെ കൊല്ലുന്നതും തിന്നുന്നതും ഒക്കെ പാപാവൂലേ? ഇനി അടയും പ്രഥമനും പായസവും ഒക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതേ മനുസ്മൃതിയിൽ പഞ്ചമോധ്യായത്തിലെ മറ്റൊരു ഭാഗം ഞാൻ വായിക്കാൻ പോവുകയാണ്. ദേവതകൾക്ക് സമർപ്പിക്കാതെ തനിക്ക് വേണ്ടി, അഥവാ ഒരാൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാതെ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എള്ളന്നം, എള്ള് ചേർത്തുണ്ടാക്കുന്ന അന്നം, ഗോതമ്പട, പായസം, അട എന്നിവ വർജ്യങ്ങളാകുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വർജ്യമാണ്. ദേവതകൾക്ക് സമർപ്പിക്കുന്നു എന്ന കരുതലോടെ ആവണം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ ഇതൊക്കെ വർജ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഭക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, ഭക്ഷിക്കാൻ പറ്റാത്തവയൊക്കെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്കുമായി. ഈ മനുസ്മൃതി വായിച്ചപ്പോൾ ഇപ്പൊ കിട്ടിയ ഉത്തരം അതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിലെ പ്രഥമ സൃഷ്ടി. എല്ലാ സൃഷ്ടിജാലങ്ങളും മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാ. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി സംവിധാനിച്ചതാ. അല്ലാതെ ഈ മൃഗം എന്നുള്ളത് മനുഷ്യനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ഒരു ജീവിയല്ല. അതിനെ അറുക്കുമ്പോൾ കാരുണ്യം കാണിക്കണം. അതുകൊണ്ടാണ് ഏറ്റവും മൂർച്ചയേറിയ കത്തി കൊണ്ട് അറുക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ചില യാഗങ്ങളിൽ, യജ്ഞങ്ങളിലും എങ്ങനെ ഈ മൃഗങ്ങളെ കൊല്ലുമെന്നറിയാവാ? അതിനെ കഴുത്തം കൊണ്ട് പിടിച്ചിട്ട് മനുഷ്യൻ അവന്റെ പല്ല് കൊണ്ട് കടിച്ചു കീറും. സോഷ്യൽ മീഡിയ കിടപ്പുണ്ടാ വീഡിയോ. ആടിനെയൊക്കെ തൊണ്ട കടിച്ചു കീറുന്നു, കോഴീനെയൊക്കെ. നമ്മുടെ ഈ കേരളത്തിൽ കണ്ണൂർ നടക്കുന്ന തെയ്യത്തിൽ ഈ സംഭവം ഉള്ളത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാം. കോഴിയെ പച്ചക്ക് തൊലി ഒഴിക്കുന്നു. ഇസ്ലാമിൽ നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. കടുത്ത തെറ്റാണ്. മൂർച്ചയേറിയ ആയുധം കൊണ്ട് അതിന് ജീവൻ വെടിയാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതിനപ്പുറം അതിനെ ഇങ്ങനെ പച്ചക്ക് വലിച്ചു കീറുക, ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങുക, അതുപോലെ കതവിന്റെ ഇടയിൽ വെച്ച് ഞെരുക്കുക, ഇതെല്ലാം ഇസ്ലാമിന് വർജ്യമാണ്. എത്രയും വേഗം അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് കാരുണ്യം? എവിടെയാണ് മൃഗീയത? അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയൂ. നല്ല രീതിയിൽ തന്നെ ഉസ്താദ് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അടുത്ത കൊല്ലം ഇതുപോലെ ഇടി വെട്ടിയിട്ട് കൂണ് മുളക്കും പോലെ കുറെ എണ്ണം പിന്നെ കുന്നും. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് ആ രീതിക്കനുസരിച്ചുള്ള വിവരമേ ഉള്ളൂ. അത് ഒരു ക്ലാസ്സായിട്ട് അവർക്ക് കിട്ടുമ്പോൾ ആ ക്ലാസ്സിനനുസരിച്ച് അവർ പറയുന്നതിനെ പറ്റി പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ വഴിക്ക് പോകുന്നു, അവരവരെ വഴിക്ക് പോകുന്നു. അവരത് പറഞ്ഞു കഴിച്ചിട്ട് നമ്മളിത് നിർത്തുന്നില്ലല്ലോ. അപ്പം അത് ഒരു കുഴപ്പമില്ല. അവിടെ വന്നിട്ട് കുറുക്കന്മാർ ഓരിടും പോലെ ഓരിടല്ല എങ്ങാണ്ട് ഇതിൽ കൂടെ കെട്ടി ഇതിൽ കൂടെ വിടും. ബസ് അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കണേ.